കല്ലിൻ്റെ കളർ നോക്കിയതിൻ്റെ ഒരു പിങ്ക് കളർ. നല്ല പിങ്ക് കളറല്ലേ കല്ലിന്. എന്നാ കുറച്ച് ദൂരം റോഡില്ല കേട്ടോ. ഭയങ്കര വലിയ വലിയ മലയാണ് രണ്ട് സൈഡിലും. താഴെ വലിയ കുഴിയും. ഈ കല്ലിൻ്റെ അടി കൂടെയാണ് പോകുന്നത്. പേടി അതാണ്, മുകളിൽ നിന്ന് എന്തെങ്കിലും കല്ലടന്ന് വീണിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കല്ലടന്ന് വീണാലും മതി. അപ്പം നമ്മുടെ സൗണ്ടെല്ലാം മാറി കേട്ടോ. സൗണ്ട് മാറി, കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ടയർഡായി. ഫുള്ള് ടോട്ടലായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. എന്നാ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നാ. വ്യൂ നല്ല അടിപൊളിയാണ് എന്തേലും ആട്ടെ. എന്നാന്ന് പറഞ്ഞാലും വ്യൂ നല്ല തകർപ്പൻ വ്യൂ ആണ്. ചെറിയ ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മണ്ണിൻ്റെ കളർ അതെല്ലാം മാറി, ഒരു പച്ചമുണക്കത്തെ കളറായി മണ്ണിനെല്ലാം. ചെവിയെല്ലാം അടഞ്ഞു. ഓ കല്ല് 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 കല്ല്. ഉണ്ടോ ഇങ്ങനെ കല്ല് നിലത്ത് വീണ് കിടക്കുന്നേ? മുകളിൽ നിന്ന് വീഴുന്ന കല്ല. അപ്പം ബൈക്കിന് പോകുന്ന നേരത്തില്ല വണ്ടിക്ക് പോകുന്ന നേരത്ത് ഇങ്ങനെ കല്ല് വീണുകൊണ്ടിരിക്കും. ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ കണ്ണിന് മുമ്പിലുള്ളതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിയും കണ്ടും പോകാൻ നോക്കാം. ഈ ഇത്രയും സ്റ്റീപ്പിൻ്റെ മണ്ടേ അത്രയും മണ്ടേന്നേ കല്ല് വീഴാൻ നേരത്ത് നമുക്കത് ചെറിയൊരു കല്ല് വീണാൽ മതി, നമ്മുടെ ഇടപാടെത്തും. ഇതോ വലിയൊരു ഗുഹയ്ക്കകത്തോട്ട് പോയ കണക്കാ ഫീലാവുന്നു. ഈ റോഡൊക്കെ ഇടിഞ്ഞു പോയതാട്ടോ. അയ്യോ എന്തൊരു ഐറ്റമെന്നറിയോ ഇത്, എൻ്റെ അമ്മേ. ഇതിൻ്റെ താഴോട്ട് റോഡാണ്. ഇല്ല, ഇതിൻ്റെ താഴോട്ട് റോഡില്ലാന്ന് തോന്നുന്നു. താഴോട്ട് കാണുന്നില്ല. ചെറിയ ജലദോഷവും മൂക്കടപ്പും ചെവിയെല്ലാം അടഞ്ഞു.
ഡേഞ്ചറായ വഴി കേട്ടോ. മഴയത്തൊക്കെ ഇവിടെ ഇതിലൊന്നും വരാൻ പറ്റത്തില്ല, കാരണം മഴവെള്ളത്തിൻ്റെ കൂടെ കല്ലും താഴോട്ട് വരും. ചെറിയ ചെറിയ കല്ലുകളാണ് വരുന്നത്, പക്ഷേ ചെറിയ കല്ല് മതി. ആണ്. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് കോട്ട മേടിച്ച, ഞാൻ അവിടെ പറഞ്ഞു മിക്കവാറും ആവശ്യം വരുമെന്ന്. കുറച്ച് പഞ്ഞി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓഹ് എന്നാ ഇത്, എന്താണെന്തോ ഇതെന്നാ സംഭവം, ഇങ്ങനെയൊക്കെ എങ്ങനെ ആവുന്ന പോലെ ഇത്. ഛേ, പോയി बरसात ಪಾಸ್ ಹಾಕಿ ಮಿತ್ರದ ಕಲ್ಲು ಬರು ಬರ್ಸದ ನೀರದೊಟ್ಟಿಗೆ ಎಲ್ಲೆಲ್ಲೇ ಕಲ್ಲು ಬರ್ಬೋದು. ಒಂದು ಪೂರ ಅಂಚನೆ ಬತ್ತಿನ ಕಲ್ಲು പെജിതിത്തന ഈ സൈഡിൽ കൂട്ടിയിട്ടേക്കുന്നതെല്ലാം അങ്ങനെ വന്ന കല്ലുകളാണ് കേട്ടോ. ചെറിയ 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 പീസ് നടന്ന് ഇതുകൊണ്ടിരിക്കും. അയ്യോ, ഇതത്ര പോകാൻ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ടേ. വേറെ പേടിയൊന്നുമില്ല, ഈ കല്ലിൻ്റെ മാത്രമേ പേടിയുള്ളൂ. അല്ലാതെ വേറെ പേടിയൊന്നുമില്ല. ഏതോ ಕಾಶ್ಮೀರದ ಕಣಿವೆಯಲ್ಲಿ ಹಾಗೆ ಕೆಂಗಿಡಿ ಒಂದು ಕಣಿವೆ ಕಾಶ್ಮೀರದ. ഓ ദൈവമേ, ഇതെന്നാ ഇത്, അയ്യോ. ഓ, ആ കല്ലൊക്കെ ഇരിക്കും നോക്കി. അയ്യോ, ഇപ്പം എന്നാ പറയണ്ടേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് സ്കൂട്ടാവാന്ന് മാത്രമേ ഉള്ളൂ. പോയത്രയും തീരുന്നുമില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഉണ്ടോ, ഇത് ഇങ്ങനെയുള്ള കല്ലിനെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വഴി ഉണ്ടാക്കിയേക്കുന്നത് നോക്കിയേ. ഉള്ളതിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാട്ടോ ഇത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നിപ്പം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഐസ് റോട്ടിൽ കാണാൻ തോന്നും. അവിടെ തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ കല്ലിൻ്റെ ഭീഷണിയാണെങ്കിൽ അവിടെ സ്ലിപ്പാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അയ്യോ, ആ കല്ലിൻ്റെ കളറും വേറെ ഏതോ ലോകത്ത് വന്നു നോക്കാം. ഛേ, എന്തല്ലേ ഈ കല്ലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ 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 കല്ലുകൾ അടുക്കി വെച്ചോ. ഇത് കണ്ടോ, ഇവിടെ കുറേ കല്ലടുക്കി വെച്ചേക്കുന്നുണ്ടോ. ഇതെല്ലാം മുകളിൽ നിന്ന് വന്ന കല്ലുകളാണ് പെറുക്കി വെച്ചേക്കുന്നത്. അത്രയും വലിയ കല്ല് വീണാൽ പോരെ. അയ്യോ, ആ മലയിലോട്ട് വെട്ടം അടിക്കുമ്പോൾ നല്ല രസം കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയൊക്കെ ഒരു ഇത് നമ്മുടെ അയ്യുള്ള പട്ടതക്കല്ലിലൊക്കെ ഉള്ള കണക്ക് ചെറിയൊരു
അതിനിടയ്ക്ക്. ഇതേതാ സ്ഥലം? ഇത് നമ്മുടെ ഇന്ത്യ തന്നെ ആണോ എന്ന് തോന്നിപ്പോ. കാരണം ലാൻഡ്സ്കേപ്പ് ഫുള്ള് മാറ്റമാണ്. ഇനിയിപ്പോൾ മുമ്പോട്ട് വേറെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അത് ചെറുതായിട്ടൊന്ന് കണ്ടു ഞാൻ. ഇതിനേക്കാളും ബുദ്ധിമുട്ട് ഉള്ള സ്ഥലമാണ്. റോട്ടിലെല്ലാം ചെറിയ കല്ലുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകാൻ പേടിയാണ്. അത് കയറിയിട്ട് വേണ്ടി സ്കിഡാവും. എല്ലാ വളവും മാക്സിമം മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കും. വേറെ വണ്ടി ഒന്ന് അടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ കട്ടിയില്ലാത്ത മണ്ണും കല്ലും കൂടി ഇങ്ങനെ ചരലും ഉണക്കി മിക്സായി ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് മഴവെള്ളം തള്ളിക്കഴിഞ്ഞ നേരത്ത് ആ കല്ലിന് ചുറ്റിനുള്ള മണ്ണങ്ങ് പോവും, ആ കല്ലിങ്ങ് പോരും. ചില ഇത്തിരി വട്ടമുള്ള കല്ലാണെങ്കിൽ ആ കല്ലിന് അടിവശത്തെ മണ്ണ് മാത്രം ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് 105 കിലോമീറ്റർ കൂടി ഉണ്ടല്ലേ എനിക്ക്. ಸ್ವಲ್ಪ ಕಲ್ಲು ಬಿಡ್ದನು അതിൻ്റെ വണ്ടി നീന്ന കല്ല അത്. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഒരു 4 കിലോമീറ്റർ സിറ്റി വരുന്നുണ്ട്. അവിടുന്ന് ചെറിയ എന്തേലും സിറ്റി ആയിരിക്കും. അവിടെ നിന്ന് എന്തേലും കഴിച്ചിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ പഴയായിട്ട് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെയും പകലങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. അതിൽ പിന്നെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ മാഗി ചെയ്യുന്നായിരുന്നു. ഇപ്പം മാഗി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു. എന്തെങ്കിലും കഴിക്കണം. ഇവിടെ തണുപ്പായ കൊണ്ട് വിശക്കുന്നില്ല, വിശപ്പറിയുന്നില്ല. അതാ പ്രശ്നം. ഇപ്പോൾ ഇടയ്ക്കൊന്നും ഭക്ഷണം കഴിക്കണം. പിന്നെ ഹെൽമെറ്റിൻ്റെ വൈസർ എല്ലാം കിട്ടും നോക്കണം. ഇപ്പോൾ പോകുന്ന വഴിക്ക് നോക്കിയാലേ കാര്യമില്ല. ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കടകൾ എത്രയൊക്കെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എണ്ണയുണ്ട്, നമുക്ക് എണ്ണ ഫുൾ ടാങ്ക് തന്നെ ഉണ്ട്. ഒരു കട്ടയെ കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എണ്ണ അടിക്കുന്നില്ല. ഈ വേലിക്കപ്പുറത്തുള്ള എല്ലാം ആർമിക്കാരുടെ ക്യാമ്പുകളാണ് കേട്ടോ. ക്യാമ്പുകളും വാച്ച് ടവറും എല്ലാം കൂടി ആയിട്ടാണ് അവിടെ ഉള്ളത്. ആണ് ഇത്ര സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ലൈനി 96 കിലോമീറ്റർ. വെള്ളത്തിൻ്റെ കളർ നോക്കിയേ, പച്ച കളർ. നല്ല പച്ച കളറാട്ടോ വെള്ളത്തിന്. വെള്ളം ఆ ಅವಲ್ಲೇ ನೋಡು ಸರಿ పోయి పోయి
ഇവിടെ എല്ലാം മഞ്ഞ് കാണുന്ന കേട്ടോ. സാധാരണ ഇവിടെ എല്ലാം മഞ്ഞ് കാണുന്ന, നല്ല അലുത്ത് പോയതാ. ഇപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യാൻ നേരത്ത് അവരോട് ചോദിച്ചു, ആർമിക്കാരോട് ചോദിച്ചപ്പോൾ ആർമിക്കാർ പറഞ്ഞ് അത് ഇപ്പം ക്ലൈമറ്റ് ഓക്കെയാണ്, പക്ഷേ വെയിലുള്ളത് കൊണ്ട് കൂടുതൽ സ്നോ നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ സ്നോ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ. പുറകിലാ കുന്നും, റോഡിൻ്റെ രണ്ടരികിലും നല്ല പച്ചച്ച് നിൽക്കുന്ന മരങ്ങളും എല്ലാമായിട്ട് നല്ലൊരു നല്ല രസമുണ്ട്. മരത്തിൻ്റെ പുറകിലെ മലകളുടെ വ്യൂ നോക്കിക്കേ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു റോഡ് ഇങ്ങനെ കാണാൻ വേണ്ടി. ഇതിലിങ്ങനെ പോകാനും നല്ല രസമാണ്. കുറച്ച് പച്ചപ്പുണ്ട്, കുറേ നേരം കണ്ടിട്ട് ഓടിയിട്ട് കുറച്ച് പച്ചപ്പുണ്ട് ഇപ്പോഴാണ്. മെല്ലപ്പോയ അമസ റൂട്ട് അടിച്ച്. എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം മെല്ലെ പോകണം അല്ലെങ്കിൽ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കും. എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്നറിയോ, ഇവിടുത്തെ മണ്ണിൻ്റെ കളർ നോക്കിക്കേ, ചെറിയൊരു പച്ചയും പിന്നെ കുറച്ച് ബ്രൗണും അങ്ങനെയൊക്കെ അല്ലേ. അപ്പം നമ്മുടെ മിലിറ്ററിക്കാരുടെ ഡ്രസ്സിൻ്റെ കളർ നോക്കിയേ, ഇതിൻ്റെ ഈ കളറിൻ്റെ ഇടയ്ക്ക് മിലിറ്ററിക്കാർ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടോ അറിയോ? കാണുപോലുമില്ല, മനസ്സിലാവില്ല, തിരിയില്ല. ഒറ്റ കളറല്ല, എല്ലാം മിക്സാണ്. മിക്സ് വെച്ചിട്ട് കുറച്ച് ഇത് ആ കളർ ഈ കളർ എല്ലാം മിക്സായിരിക്കുന്നത്. ചെറിയ ഗ്രീൻ കളറുണ്ട്, എല്ലാ കളറുകളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതായത് ആർമിക്കാരുടെ ഡ്രസ്സിലുള്ള എല്ലാ കളറും ഇവിടുത്തെ മണ്ണിലുണ്ട്. ഫോട്ടോഷൂട്ട് ಮೂಲೆ ಮ್ಯಾಗ್ನೆಟಿಕ್ ನಮ್ಮ ಬತ್ತತ ಅವು ಮ್ಯಾಗ್ನೆಟಿಕ್ ಅಂದಲ್ಪ ಮಲ್ಲ ಬೋರ್ಡ್ ವಾರ್ದೇರು ಪಿರಾಡು. ഒരു ചെറിയൊരു സിറ്റിയാണ്. अब go. ಬೆಡಿ ಬತ್ತ ತಿರ್ಗೊಂದು ಓಯ್ಸ್ ഇന്ത്യയുടെ ഫ്ലാഗ്.
एयरपोर्ट या हाँ एयरपोर्ट